എക്സസൈസ്, അതായത് ഫീമെയിൽസിന് മാത്രമല്ല, എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്, ഓൺ എ ഡെയിലി ബേസിസ് വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അങ്ങനെ പറയുന്നത്? ശരിയാണ്, വളരെയധികം ശരിയാണ്. അത് ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒബീസിറ്റിയും എക്സസൈസും തന്നെയാണ്. മെയിനായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കുറയും, അതുപോലെ ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ക്യാൻസറിനെതിരെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഒബീസിറ്റി കുറക്കും, അതുവഴിയും നമുക്ക് ക്യാൻസർ കുറയും, വരാനുള്ള സാധ്യത. അതെ, എസ്പെഷ്യലി ഈ കോളൺ ക്യാൻസർ, എൻഡോമെറ്റൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിലൊക്കെ ഡെഫിനറ്റ് ആയിട്ട് പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഈ എക്സസൈസ് ചെയ്യാതെയുള്ള സെഡൻഡറി ലൈഫ് എന്നാണ് പറയാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട്, അതായത് ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു ഓവറോൾ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നൊരു പോയിന്റ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ക്യാൻസർ സ്ക്രീനിങ് പോലത്തെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ, സ്പെഷ്യലി ക്യാൻസർ ഇത്ര കോമൺ ആയിട്ടുള്ള കാലത്ത്, അത് കമ്പൽസറി ആക്കാത്തത് എന്തുകൊണ്ടാണ്? അത് എല്ലാ പ്രോബ്ലംസും നമ്മുടെ ഈ പോപ്പുലേഷൻ, എന്താ പറയുക, വലിയൊരു പോപ്പുലേഷനാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് ഒരു മെയിൻ ഇഷ്യൂ. നമ്മുടെ റിസോഴ്സസ് കുറവാണ്, അതൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് മാത്രമാണ് അത് കമ്പൽസറി ആക്കാത്തതും അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് പ്രോട്ടോക്കോളായി വരാത്തതും. എനിക്ക് തോന്നുന്നു ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് പോലും കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവും, കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ. ചില ഡെവലപ്ഡ് കൺട്രീസിൽ ഈ ഹെൽത്ത് സ്ക്രീനിങ്ങിൻ്റെ കൂടെ ക്യാൻസർ സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്താൽ മാത്രമേ അവർക്ക് ജോബിൽ പ്രൊമോഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഈ 40 ഇയേഴ്സ് കഴിഞ്ഞ ഫീമെയിൽസ് മാമോഗ്രാഫി ചെയ്യുക, 45 കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി ചെയ്യുക, തുടങ്ങിയ ഒരുപാട് സ്ക്രീനിങ് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഈ ചില രാജ്യങ്ങളിൽ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ, അവിടെ ഈ സ്റ്റൊമക്ക് ക്യാൻസർ കൂടുതലാണ്. അവിടെ വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ എൻഡോസ്കോപ്പി, അവിടെ ഓരോ ഷോപ്പിംഗ് മാളുകളിലും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലും എൻഡോസ്കോപ്പി യൂണിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനവിടെ പോയിട്ടില്ല ഇതുവരെ, അപ്പം അത്ര കോമൺ ആണ്. അതായത് ആളുകൾ യങ് ആയിരിക്കുമ്പോൾ മുതൽ തന്നെ എൻഡോസ്കോപ്പിക് സ്ക്രീനിങ് നടത്തും. അപ്പം ഓരോ നാട്ടിൽ അവരുടെ പോളിസി അനുസരിച്ചിരിക്കും. എനിവേ നമ്മുടെ നാട്ടിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പം റെഗുലറായിട്ട് ഹെൽത്ത് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ കൂടെ ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ വുഡ് യു റെക്കമെൻഡ് ദാറ്റ്? ഏത് പ്രായം? ഡെഫിനറ്റ്ലി. ഞാൻ എന്താ പറയുക, ഓങ്കോളജി എടുക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതിനായിട്ടൊരു സെൻറ്ററും ഞാൻ നടത്തുന്നുണ്ട്. ഓൺക്യൂർ എന്നുള്ള രീതിയിൽ കണ്ണൂരും കാലിക്കട്ടൊക്കെ ഞാൻ ഹെൽത്ത് സ്ക്രീനിങ് ആൻഡ് ക്യാൻസർ സ്ക്രീനിങ്ങിന് ഒരു സെൻറ്റർ തന്നെ നടത്തുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ ഡെസ്പറേറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പേഷ്യൻസ്, ചിലപ്പോൾ യങ് പേഷ്യൻസ് ആയിരിക്കും, ക്യാൻസറുമായിട്ട് വരും. നമ്മളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് അവരുടെ അടുത്ത് പറയേണ്ടി വരും, സോറി, ഇത് കുറച്ചൊന്ന് സ്റ്റേജ് മാറിയിട്ടുണ്ട്, ഇപ്പം സർജറി ചെയ്തിട്ട് വലിയ കാര്യമില്ല, നമുക്കൊരു പാലിയേറ്റീവ് ലൈൻ എന്നുള്ള കീമോതെറാപ്പി ആ ലൈനിലേക്ക് നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇവരൊരു 2-3 വർഷം മുമ്പ് ആ ടെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ള രീതി, അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ബട്ട് അതിലൊന്നും കാര്യമില്ല, അത് വേറെ. കാരണം ഓരോ ആളും പ്രസൻറ്റ് ചെയ്യുന്നത് പല സ്റ്റേജിലായിരിക്കാം. അപ്പം ക്യാൻസർ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോകോൾസായിട്ട്, ഗൈഡ് ലൈൻസായിട്ട് എല്ലാ കൺട്രീസിലും അതിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ 30 ഇയേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, 40 ഇയേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാൻസറും ഓരോ സ്ക്രീനിങ് ആണ്. അതിന് ഓരോ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനും, ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ ആളുകളെ ആവറേജ് റിസ്ക് എന്നാണ് പറയാം. എല്ലാ ആളുകൾക്കും ഒരേപോലെ ആവറേജ് റിസ്ക്. ചില ആളുകൾക്ക് ഹൈ റിസ്ക് പോപ്പുലേഷനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ജനറ്റിക് ആയിട്ട് ഫാമിലിയിൽ കുറേ ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഹൈ റിസ്ക് പോപ്പുലേഷനാണ്. അല്ലെങ്കിൽ ഒരുപാട് സ്മോക്ക് ചെയ്ത ആളുകൾക്ക് ലങ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ അയാൾ ഹൈ റിസ്ക് ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ സ്ക്രീനിങ് കുറച്ച് നേരത്തെ തുടങ്ങണം, ചെറിയ ഇൻ്റർവെല്ലിൽ ചെയ്യണം. അങ്ങനെ കുറേ റെക്കമെൻഡേഷൻസും ഉണ്ട്. മനസ്സിലായി. ഇപ്പോൾ മാമോഗ്രാമൊക്കെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഡോക്ടേഴ്സിനേക്കാൾ പെട്ടെന്ന് അവരുടെ ബ്രസ്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അവർക്കാണ് പറയാൻ പറ്റുക, അവർക്ക് തന്നെയാണ് പറയാൻ പറ്റുക എന്ന് പറയും. അപ്പോൾ അതിന് ഈ സെൽഫ് സ്ക്രീനിങ്, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് പ്രായം തൊട്ട് ചെയ്തു തുടങ്ങണം? എത്ര ഫ്രീക്വൻസിയിൽ ചെയ്യണം? 20 to 25 ഇയേഴ്സ് മുതൽ തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാം. മന്ത്ലി ജസ്റ്റ് പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം, മന്ത്ലി ചെയ്യാമെന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ്, അത് മുഴയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചസോ വേറെ എന്ത് ചേഞ്ചസ് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അന്ന് കൺഫേം ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ക്യാൻസറിൻ്റെ കേസിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഇതും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ, പ്രീ ക്യാൻസറസ് സിംറ്റംസ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻ ജനറൽ എവിടെ ക്യാൻസർ വരുന്നതും നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അതിന് കുറച്ച് സിംറ്റംസ് കാണിക്കും. അത് നിങ്ങൾ ബോഡി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്. അങ്ങനെ പ്രീ ക്യാൻസറസ് സിംറ്റംസ് ഉണ്ടോ? അങ്ങനെ എപ്പോഴും നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഓരോ ക്യാൻസറിനും അതിൻ്റേതായ സിംറ്റംസ് ഉണ്ട്. പക്ഷേ പൊതുവിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്ന സംഭവം നിലവിൽ വരുന്നത്. അതായത് ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ വന്നിട്ട് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റിലൊരു മുഴ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ സാധാരണ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ മേലേക്ക് ആയാലും നമുക്കത് തൊട്ട് നോക്കി അറിയാൻ പറ്റുള്ളൂ. അതെ. സ്ക്രീനിങ്ങിൽ അതിന് മുമ്പേ കാണാൻ പറ്റും. ഓ. അല്ലെങ്കിൽ ഇപ്പോൾ വയറിലൊരു മുഴ, ഇപ്പോൾ അണ്ഡാശയത്തിൽ മുഴ ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണണമെങ്കിൽ ഈ വയറ് മുഴുവൻ നിറയുന്ന രീതിയിൽ ആ മുഴ വലുതാവണം, അല്ലെങ്കിൽ ആ മുഴയിൽ ബ്ലീഡിംഗ് ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും കാരണം വന്നാലേ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്ത് സ്പ്രെഡ് ആവണം. അല്ലാതെ തുടക്കത്തിൽ 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ ആകുമ്പോഴേക്കും നമുക്കത് കാണാൻ ഒരു ലക്ഷണം ഉണ്ടാവില്ല. അത് അവിടെ ചുമ്മാ കിടന്നങ്ങ് വളരും. അപ്പം എല്ലാ ക്യാൻസറിനും അങ്ങനെ ലക്ഷണം കാണണമെന്നില്ല. ചില ക്യാൻസറുകൾക്ക് പെട്ടെന്ന് ലക്ഷണം കാണാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാരിങ്സ്, ഈ എന്താ പറയുക, നമ്മൾ സംസാരത്തിൻ്റെ ആ സൗണ്ട് ബോക്സ് എന്ന് വേണേൽ പറയാം. ലാരിങ്സ് അല്ലെങ്കിൽ വോക്കൽ കോഡിൽ ക്യാൻസർ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആൾ നോട്ട് ചെയ്യും, ശബ്ദത്തിന് എന്തോ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറെ കാണും. അപ്പം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലാണ് ക്യാൻസർ വരുന്നതെങ്കിൽ ഏർലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കാരണം ലക്ഷണങ്ങൾ പെട്ടെന്ന് വരും. ബട്ട് ചില വയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ കോളനിലൊക്കെയുള്ള ക്യാൻസറുകൾ കുറച്ച് ലേറ്റ് ആയിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ക്യാൻസറുകളും നമ്മൾ നേരത്തെ ലക്ഷണങ്ങൾ വഴി പിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിലായി. ഓക്കെ. ഈസ് ക്യാൻസർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ? ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻസർ ക്യൂറബിൾ ആണ്. കംപ്ലീറ്റ്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറും എല്ലാ സ്റ്റേജിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചില ക്യാൻസറുകൾ ചില സ്റ്റേജിൽ മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തൈറോയിഡ് ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. അല്ല, സ്റ്റേജ് 1 ഉം 2 ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും, മിക്ക ആളുകൾക്കും തിരിച്ചു വരില്ല. ബ്രസ്റ്റ് ക്യാൻസർ ചെറിയ സ്റ്റേജിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. റെക്ടൽ ക്യാൻസർ ചെറിയ സ്റ്റേജിലാണ് കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെയുള്ള പല ക്യാൻസറുകളും തുടക്കത്തിലെ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയാലും കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ തിരിച്ചു വരാം, റിക്കറൻസ് എന്നാണ് പറയാം, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് വരാം. ബട്ട് ചില ക്യാൻസറുകൾ നമ്മൾ സ്റ്റേജ് 1 പോലും ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ചില ക്യാൻസറുകൾ സ്റ്റേജ് 4 പോലും, അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്റ്റേജ് 4 പോലും ഒരുപാട് കാലം ക്യാൻസർ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ക്യാൻസറിനും ഓരോ സ്റ്റേജും ഓരോ ഗ്രേഡും അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാൻസറും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ. ഇപ്പം ക്യാൻസർ നമ്മൾ ക്യൂറബിൾ ആണോ അല്ലയോ എന്നുള്ളതുപോലെ തന്നെ പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്താൽ മിക്കവാറും അവിടെ ഒരു സർജറി ഉണ്ടാവാറുണ്ട്. മിക്കവാറും ആളുകൾക്ക് സർജറി ചെയ്ത് ട്യൂമറൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ ഇത് വീണ്ടും വരും എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് പോയാലും വരും, ഇത് അങ്ങനെയാണ് എന്ന്. അത് ശരിയാണോ? പലപ്പോഴും ക്യാൻസറുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സ്ഥിരം ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ് ഗ്യാരണ്ടിയുടെ കാര്യം. ലൈഫിൻ്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ അസുഖം മാറുമെന്ന് ഗ്യാരണ്ടി. അപ്പം ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഓപ്പറേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓപ്പറേഷൻ, മിക്കവാറും വലിയ ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പം ഇത്രയും വലിയ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് മുടക്കി ഇത്രയും സ്ട്രെസ് എടുത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ സാറ് ഗ്യാരണ്ടി ആണോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നുള്ള കാര്യം, പിന്നെ വരില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടി ആണോ? അപ്പം അതും എനിക്ക് പറയാനുള്ള ഇതേ ആൻസറാണ്. ഓരോ പേഷ്യൻസിൻ്റെ അടുത്തും ഞാൻ ഇതേ ആൻസറാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഒരു കാര്യത്തിൽ നമുക്കങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആ അസുഖത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് പ്രസൻറ്റ് അസുഖം മാറാനുള്ള സാധ്യത നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന ഭാഗത്തെ ട്യൂമർ ഉള്ളുവെങ്കിൽ അസുഖം മാറുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ഗ്രേഡ്, ഏത് അസുഖമാണ് തുടങ്ങിയൊക്കെ അനുസരിച്ച്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രസ്റ്റിൻ്റെതാണ് ഇപ്പം ERPR അല്ല ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണ് സ്റ്റേജ് 1 ആണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഒരു 10-15% താഴെയുള്ളൂ. അതിന് പകരം ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഇതേപോലെ സ്റ്റേജ് 1 ആണെങ്കിൽ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ് തിരിച്ചു വരാനുള്ളത്. ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് നമ്മൾ ഓരോ ക്യാൻസറും പല തരത്തിൽ ഡിഫറെൻ്റ് ആണ്. മുമ്പ് ഒരു 15 വർഷം മുമ്പ് ചിലപ്പം ഇതൊക്കെ ഒറ്റ ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പല ക്യാൻസറുകളാണ്. അതിൻ്റെ മോളിക്കുലാർ ടൈപ്പിംഗ് വഴി ഓരോ ഡിഫറെൻറ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ 3 IHC മാർക്കേഴ്സ്, ഇത് ഏത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടി ചെയ്യും. ERPR, HER2/neu പറയുന്നത്, അതായത് ഹോർമോണൽ ഫാക്ടേഴ്സ്, ഹോർമോണൽ റിസപ്റ്റേഴ്സും ഈ HER2/neu എന്ന് പറയുന്നൊരു റിസപ്റ്ററും. അപ്പം ഇത് 3ഉം നെഗറ്റീവ് ആണെങ്കിൽ ആക്ച്വലി അത് കുറച്ച് ബാഡ് പ്രോഗ്നോസിസ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവ് ട്യൂമർ ആണെന്ന് പറയാം. അതിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ടാബ്ലറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ HER2-നെതിരായിട്ടൊരു സ്പെഷ്യൽ ഇഞ്ചക്ഷൻ ഉണ്ട്, ഹെർസെപ്റ്റിൻ അല്ലെങ്കിൽ പെർട്ടുസുമാബ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതും കൊടുക്കാനുള്ള ഒരു വകുപ്പില്ല. അതാണ് ഈ ട്രിപ്പിൾ നെഗറ്റീവ് പറയുന്നത്. അപ്പം അത് കുറച്ചൊരു റിസ്ക് കൂടിയതാണ്. ഓക്കെ. അപ്പം ശരിക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഓരോ അവയവത്തിന് വരുന്ന ക്യാൻസർ പോലും പല ടൈപ്പാണ്. അപ്പം അങ്ങനെ ഓരോ അവയവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ റിസർച്ച് നടക്കുന്ന സമയത്താണ് ചില ഇൻഡിജീനസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന മരുന്ന് കഴിച്ചാൽ എല്ലാ ക്യാൻസറും പോവും, ഇന്ന കാര്യം ചെയ്താൽ എല്ലാ ക്യാൻസർ പോകും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എന്തുമാത്രം എന്താ പറയുക മിസ് ഇൻഫർമേഷൻ ആണെന്ന് നമ്മൾ നോക്കേണ്ടത്. കാരണം മെഡിക്കൽ സയൻസിൽ പോലും ഓരോ ക്യാൻസറിൻ്റെയും ടൈപ്പുകൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മരുന്നുകൾ, പുതിയ ടൈപ്പുകൾ, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ
ഒരു ഒറ്റമൂലി കൊണ്ട് കംപ്ലീറ്റ് ക്യാൻസർ മാറുന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് ഇപ്പോഴും. അതെ. ഈ ഒരു ഏജിലും ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ. ഇപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ സ്പെഷ്യലി ഒന്നും പറയേണ്ട കാര്യമില്ല. സ്ട്രെസ് ഇസ് വെരി കോമൺ. സ്ട്രെസ്സും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ്സ് ക്യാൻസർ ഉണ്ടാക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. കാരണം അതിനൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പഠിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ബട്ട് സ്ട്രെസ് ഉള്ള ആളുകൾക്ക്, ക്രോണിക് സ്ട്രെസ് സിൻഡ്രോംസ് ഉള്ള ആളുകൾക്ക്, അതായത് ഒരുപാട് കാലം സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ബോഡിയിലും പല ചേഞ്ചസും വരും. അവരുടെ ഇൻഫ്ലമേറ്ററി സെൽസ് കൂടുതലുണ്ടാവും, അവർക്ക് സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇതൊക്കെ ക്യാൻസറിൻ്റെ ട്യൂമർ ഗ്രോത്ത് ഉണ്ടാക്കാം. ഈ ആൻജിയോജനസിസ്, ഈ പുതിയ രക്തക്കുഴൽ ഉണ്ടാകുന്നതിന് ആൻജിയോജനസിസ് എന്ന് പറയാം. ക്യാൻസർ സെല്ലുകൾക്ക് പുതിയ രക്തക്കുഴൽ ഉണ്ടാവണം, അതിൽ കൂടെ ഫുഡ് കിട്ടണം, അതിൽ കൂടെ ഓക്സിജൻ കിട്ടണം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ക്യാൻസറിൻ്റെ ഗ്രോത്ത് കൂടാനും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഇൻഡയറക്ട്ലി സ്ട്രെസ്സ് കൂടുതലുള്ള ആ ഒരു കണ്ടീഷൻ ക്രോണിക് ആണെങ്കിൽ ക്യാൻസർ പ്രോൺ ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, ക്യാൻസർ വന്ന ഒരാൾക്ക് അവരുടെ സ്ട്രെസ്സ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നല്ലോണം എഫക്റ്റ് ചെയ്യും. കാരണം അത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ ട്രീറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പം സ്ട്രെസ് ഇല്ലാതെ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റിനെ നേരിടുന്ന ഒരാളാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടി ക്യാൻസർ മാറാനുള്ള സാധ്യത കൂടുതലാണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു അപ്പോൾ indirect relation ഉണ്ട്. ട്രീറ്റ്മെന്റ് സമയത്ത് രോഗിയുടെ മാനസികാവസ്ഥ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? സൈക്കോ ഓങ്കോളജി എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ട്. ഓ അതായത് ഈ സൈക്കോളജിയിൽ ഈ ഓങ്കോ പേഷ്യൻസിനെ മാത്രം കാണുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യണം. കാരണം നമുക്കറിയാം സാധാരണ ഒരു ചെറിയ പ്രോബ്ലം വന്നാലും നമുക്ക് എന്തുമാത്രം സ്ട്രെസ് അതെ, ട്രൂ. ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രെസ് ചെറുതായിരിക്കില്ല. ഒന്നാമത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത പ്രോബ്ലം, രണ്ടാമത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഉണ്ട്. ഒക്കെ സർജറി ആണെങ്കിൽ മേജർ സർജറീസ് ആണ്. പിന്നെ അതിൻ്റെ സർജിക്കൽ ബേർഡൻ കൂടാണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ, അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ഡിഫോമിറ്റീസോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസോ ഉണ്ടാവുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം സ്ട്രെസ്സ് ഡെഫിനറ്റ്ലി നോർമലാണ്, സ്ട്രെസ് ഇല്ലെങ്കിലാണ് അത് അബ്നോർമൽ ആക്ച്വലി. അതെ. ബട്ട് അത് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമ്മുടെ മിക്ക ഹോസ്പിറ്റലുകളും, നമ്മുടെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്ട്രെസ് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ അതുകൊണ്ടും ക്യാൻസർ വരും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതെ. അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അങ്ങനെ ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം മനസ്സിലായി. പഠനങ്ങൾ വെച്ച് നടത്താനൊന്നും പറ്റുന്ന ഒരു ഏരിയ അല്ലല്ലോ. ബട്ട് ഇതേപോലുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാക്കിയേക്കാം. നമ്മുടെ ബോഡിയിൽ ഒരു അൺഹെൽത്തി എൻവയറമെൻറ്റ് ഉണ്ടാകുന്നു, അത് ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയേക്കാം. ബട്ട് ഡെഫിനറ്റ്ലി അതൊന്നും ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിന് അവരുടെ മേ ബി ഒരു പുറത്ത് പറയാതിരിക്കുന്നത് പോലും അല്ലെങ്കിൽ കുറച്ചു കാലം പോട്ടെ എന്ന് വിചാരിക്കുന്ന പോലും ഈ മുഖത്ത് വരുന്ന അല്ലെങ്കിൽ ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്, എസ്പെഷ്യലി ഹെയർ ലോസ്. മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് ശരീരത്തിലെ മുടി കൊഴിഞ്ഞു പോവാതെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഇത് പറയുമ്പോഴേ നമ്മുടെ കീമോതെറാപ്പിയുടെ ഒരു ബേസിക്സിനെ പറ്റി ആദ്യം ഒന്ന് പറയാം. ഈ വേൾഡ് വാർ 1 സമയത്താണ്, 1918 ആ സമയത്ത് ജർമ്മനി ഒരു മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ വെപ്പൺ, ഒരു ആസായുധം ഉപയോഗിച്ചിരുന്നു. അപ്പം യുദ്ധത്തിൽ പല ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആയുധമായിരുന്നു അത്, ഈ മസ്റ്റാർഡ് ഗ്യാസ്, സൾഫർ മസ്റ്റാർഡ് ആയിരുന്നു അത്. അപ്പോൾ അത് ഒരു ഇറിറ്റൻ്റ് ആണ്, ബോഡിയിൽ പല സ്കിൻ പ്രോബ്ലംസ് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എതിരാളികളെ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. വേൾഡ് വാർ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഏകദേശം 85 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ട വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമാണ്. അത് കഴിഞ്ഞിട്ട് വേൾഡ് വാർ 2 അതിനേക്കാളും അതിൻ്റെ ഡേഞ്ചറസ്. 10 ഇരട്ടിയോളം ആളുകൾ മരണപ്പെട്ട യുദ്ധമാണ്. അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് തെറ്റിമാറുകയല്ല. ഈ വേൾഡ് വാറിന് എന്താണ് ക്യാൻസറിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ഉപയോഗിച്ച മസ്റ്റാർഡ് ഗ്യാസ് യുദ്ധത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കി. ബട്ട് എപ്പോഴും യുദ്ധങ്ങളെ ചുറ്റിപ്പറ്റി പല റിസർച്ചസും എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിൽ നടക്കാറുണ്ട്. സർജറിയിലുള്ള മേജർ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ യുദ്ധത്തിൽ വാർ ഫ്രണ്ട് എന്നുള്ള റിസർച്ച് വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനത് പിന്നീട് പറയാം, കാരണം നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. അപ്പം ഈ മസ്റ്റാർഡ് ഗ്യാസിനെ പറ്റി ഈ റിസർച്ച് നടത്തിയപ്പം, മസ്റ്റാർഡ് ഗ്യാസിനെ പറ്റിയല്ല ആക്ച്വലി, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സോൾജേഴ്സിൽ പലർക്കും പിന്നീട് അവരുടെ ടോട്ടൽ കൗണ്ട്, അതായത് ബ്ലഡ് സെൽസ് കുറയുന്നതായിട്ട് കണ്ടു. അങ്ങനെ പല പ്രോബ്ലംസും കണ്ടപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ മസ്റ്റാർഡ് ഗ്യാസിന് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആക്റ്റീവ് സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിനുള്ളൊരു കഴിവുണ്ടെന്ന്. അപ്പോൾ അവർ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്യാൻസർ ഉണ്ടാകുന്നത്, ക്യാൻസർ അനിയന്ത്രിതമായി വളരുന്ന കോശങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്തുകൂടാ? അപ്പോൾ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നത്. അങ്ങനെയാണ് മസ്റ്റാർഡ് ഗ്യാസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഏകദേശം വേൾഡ് വാർ 2 സമയത്താണ് റിസർച്ച് നടക്കുന്നത്.
എനിക്ക് തോന്നുന്നു യെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ USA, അവിടുത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഗുഡ്മാൻ ആൻഡ് ഗിൽമാൻ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു റിസർച്ച്, ഒരു ലിംഫോമ ഉള്ള പേഷ്യൻറ്റിന്, ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് മസ്റ്റാർഡ് ഗ്യാസ് കൊടുത്തിട്ട്, അന്ന് കൊടുത്തത് വെരി ഹൈ ഡോസിലായിരുന്നു. അവരുടെ അസുഖം കംപ്ലീറ്റ് മാറി, ആ കംപ്ലീറ്റ് അസുഖം മാറി. ബട്ട് പിന്നീട് അത് തിരിച്ചു വന്നു. ബട്ട് എനിവേ അതൊരു തുടക്കമായിരുന്നു. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കീമോതെറാപ്പിയുടെ ഒരു തുടക്കമായിരുന്നു. യുദ്ധത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ആക്റ്റീവായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് കീമോതെറാപ്പിയിൽ വേണ്ടതെന്ന് മനസ്സിലായി. അതിൽ നിന്ന് ഒരുപാട് പുരോഗമിച്ചു. ഇപ്പോഴും മസ്റ്റാർഡ് ഗ്യാസിൻ്റെ ഡെറിവേറ്റീവ്സ്, ഡയറക്റ്റ് അല്ലെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉള്ള സംഭവങ്ങൾ, സൈക്ലോഫോസ്ഫോമൈഡ്, ക്ലോറാംബ്യൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നുകൾ ഇപ്പോഴും ലിംഫോമയ്ക്കും ബാക്കി ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ആക്റ്റീവായി ഡിവൈഡ് ചെയ്യുന്ന സെൽസുകളെ കൊല്ലുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്. അപ്പോൾ അത് വളരെ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഗ്രോത്ത് ഉണ്ടാകുന്നതൊക്കെ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ നാച്ചുറലി ക്യാൻസർ സെല്ലിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന കീമോതെറാപ്പി പോയിട്ട് ഇതേപോലുള്ള ബാക്കി സെല്ലുകൾ, അതിൽപ്പെട്ട ഒന്നാണ് ഹെയർ, അല്ലെങ്കിൽ നമ്മുടെ വായിലുള്ള മ്യൂക്കോസ, നമ്മുടെ കുടലിലുള്ള വയറിൻ്റെ ഉള്ളിലുള്ള മ്യൂക്കോസ, ആ സർഫസൊക്കെ പെട്ടെന്ന് പ്രോബ്ലംസ് വരും, അത് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്ട്സ് ആണത്. ബട്ട് ആ ഇഫക്ട്സ് ക്യാൻസർ സെല്ലിനെ കിട്ടുമ്പോൾ നമുക്ക് ഗുഡ് ഇഫക്റ്റായി, ഇവിടെ നമുക്കത് അഡ്വേഴ്സ് ഇഫക്റ്റായി. അപ്പോൾ ഇപ്പോൾ അതിന് കുറച്ച് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്കാൽപ്പ് കൂളിംഗ് എന്ന് പറയും. സ്കാൽപ്പ് കൂളിങ്ങിൽ നമ്മൾ ഈ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹൈബർനേറ്റ് ചെയ്ത് വെക്കുക. അതായത് അതിൻ്റെ ആക്ടിവിറ്റി ഒന്ന് കുറക്കുക, ടെമ്പറേച്ചർ കുറച്ച് അങ്ങനെ തണുത്തിരിക്കുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കുറയും. അപ്പോൾ കീമോതെറാപ്പി മരുന്നുകൾ അവിടെ അധികം ആക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ട്. ബട്ട് എല്ലാം 100% ഫലപ്രദമാണെന്നൊന്നും പറയാറായിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇനി വരുന്ന റിസർച്ചുകളിലൊക്കെ അങ്ങനെയുള്ള പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കും. അതിലുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.